നമസ്കാരം. ഓ ഓ ഓ ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സാദരണീയരായ ബഹുമാന്യരായ പ്രേക്ഷകർക്ക് പുതിയൊരു ചാനൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. പുതിയൊരു ചാനൽ എന്ന് പറഞ്ഞാൽ തീർത്തും അത് ശരിയായിരിക്കില്ല. വിശ്വാസം എന്ന ചാനൽ വളരെ നാളുകൾക്ക് മുൻപ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചില സാങ്കേതികമായ കാരണങ്ങൾ കാരണം ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എന്നാൽ പ്രേക്ഷകരുടെ അഭിപ്രായപ്രകാരം തുടരെയുള്ള ആവശ്യപ്രകാരം വിശ്വാസം എന്ന ഈ ചാനൽ നമ്മൾ പുനരാരംഭിക്കുന്നു. ആത്മീയ ആചാരങ്ങൾ, തന്ത്രസാധന, ഭക്തി, ക്ഷേത്രാചാരങ്ങൾ, ആരാധനാലയങ്ങൾ, വിശുദ്ധ സ്ഥലങ്ങൾ, പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾ, ജ്യോതിഷം, കാവ്, കുളം, തീർത്ഥഘട്ടങ്ങൾ എന്നിങ്ങനെ നമ്മുടെ പൗരാണിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ആത്മീയ ആചാരങ്ങൾ അനുസരിച്ച് നാം ആരാധിക്കുന്ന എന്തിനെക്കുറിച്ചും നമുക്ക് ഈ ചാനലിലൂടെ ചോദിച്ചറിയാം, കേട്ടറിയാം, കണ്ടറിയാം. പോരായ്മകളുണ്ടാകും. സാദരണീയരായ ബഹുമാന്യരായ പ്രേക്ഷകർ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ഈ പരിപാടികൾ തിരുത്തുന്നതിനും കൂടുതൽ നന്നാക്കി അവതരിപ്പിക്കുന്നതിനും എല്ലാ സജ്ജനങ്ങളും സഹകരിക്കണം. നിങ്ങളുടെ എല്ലാ കാലത്തും നിങ്ങൾ നൽകിയ വിലയേറിയ പ്രോത്സാഹനവും സഹകരണവും തന്നെയാണ് എപ്പോഴും ഞങ്ങളുടെ മുതൽക്കൂട്ട്, ഞങ്ങളുടെ ഊർജവും ചൈതന്യവും അതുതന്നെയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മിക്കവാറും എല്ലാവർക്കും അറിയാം. എന്നെ രക്ഷിക്കും, ഞാൻ ഇതിനാൽ രക്ഷിക്കപ്പെടും എന്നുള്ള കൃത്യമായ ദൃഢനിശ്ചയം, മനോനിശ്ചയം, ഈ ഒരു ഭാവത്തെയാണ് നമ്മൾ എല്ലാവരും വിശ്വാസം എന്ന് പറയുക. എന്നെ ഭഗവാൻ രക്ഷിക്കും, എനിക്ക് ഭഗവാനിൽ അകമഴിഞ്ഞ ഭക്തിയുണ്ട്, അതുകൊണ്ട് എന്നെ ഭഗവാൻ രക്ഷിക്കും. ആ ഒരു മനോനിശ്ചയം, ആ ഒരു ദൃഢനിശ്ചയം, ഇതിനെ നമ്മൾ വിശ്വാസം എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോരോ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പറയുന്നതും. ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും ആ വിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മനുഷ്യനെ സന്മാർഗത്തിലേക്ക്, സദാചാരത്തിലേക്ക് നയിക്കുന്ന എന്തും നമുക്ക് വിശ്വാസം എന്ന ഈ പങ്ക്തിയിലൂടെ ചർച്ച ചെയ്യാൻ സാധിക്കും. കൂടുതൽ അറിവ് പകരുന്ന ദൃശ്യങ്ങളും പാഠഭാഗങ്ങളും പുരാണ ഇതിഹാസങ്ങളും നമ്മുടെ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ നിന്നുള്ള ഏടുകളുമെല്ലാം ഇതിലൂടെ നമുക്ക് കണ്ടറിയാം, കേട്ടറിയാം. ഭക്തി വിശ്വാസവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മൾ ത്രാണനം ചെയ്യപ്പെടും, രക്ഷിക്കപ്പെടും. ആ ഒരു ദൃഢനിശ്ചയത്തെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുക. ഇതിന് ഉപോത്ഫലകമായി ഞാൻ ഒരു ചെറിയ പുരാണത്തിലെ ഭാഗം എടുത്തു പറയാം. ചെറിയ പുരാണമല്ല, പുരാണത്തിലെ ചെറിയൊരു ഭാഗം ഉദാഹരിക്കാൻ ശ്രമിക്കാം. ത്രികാലജ്ഞാനിയായ നാരദർ സംഗീതത്തിലെ ചക്രവർത്തിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. നാരദൻ്റെ വീണയെക്കുറിച്ചും നാരദൻ്റെ സംഗീത കലയെക്കുറിച്ചുമെല്ലാം അറിയാത്ത ആളുകളില്ല. ത്രികാലജ്ഞാനിയാണ്. സംഗീതമില്ലാതെ, ഹരിനാമ കീർത്തനമില്ലാതെ, കയ്യിൽ വീണയില്ലാതെ, താളം പിടിക്കുന്ന ആ കട്ടകളില്ലാതെ ഒരിക്കലും നാരദനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ത്രികാലജ്ഞാനിയായ നാരദർ ഇതുപോലെ ഒരിക്കൽ ദേശാന്തരം ചെയ്തു വരുന്ന വഴിയിൽ ശ്രീരാമഭക്തനായ ചിരഞ്ജീവിയായ
ഹനുമത് സ്വാമിയെ കണ്ടു എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഈ ഉദാഹരണത്തിന് അടിസ്ഥാനം. അറിയാമല്ലോ, ലോകത്തിൽ ഭക്തിയുടെ പര്യായമായി, നിഷ്കാമ ഭക്തിയുടെ പര്യായമായി അറിയപ്പെടുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് ആഞ്ജനേയൻ എന്ന് വിളിക്കുന്ന ഹനുമാൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ അത്ര ശ്രീരാമഭക്തി സീതയ്ക്ക് പോലും ഉണ്ടോ എന്നുള്ളതായിരുന്നു. പട്ടാഭിഷേക സമയത്ത് സീത ഒരു മുത്തുമാല ഹനുമാന് നൽകുന്നു. എന്നാൽ ആ മുത്തുമാല ചന്നം ഭിന്നം ചിതറിക്കുന്നു, വലിച്ചു പൊട്ടിക്കുന്നു. പിന്നീട് അതിലെ ഓരോ മുത്തുകളും ജന്മവാസനയായ കപിവാസനയോടുകൂടി ഈ മുത്തുകളെല്ലാം കടിച്ചു പൊട്ടിക്കുന്നു. ഇത് കണ്ട് ശ്രീരാമചന്ദ്രൻ നിന്ന് ചിരിക്കുന്നു. സീതാദേവിക്ക് വലിയ രോഷമുണ്ടായി. പട്ടാഭിഷേക സമയത്ത് സന്തോഷസൂചകമായി ഹനുമാന് ഒരു ഉപഹാരം കൊടുത്തിട്ട് അദ്ദേഹം അത് വലിച്ചു പൊട്ടിച്ചു കടിച്ചു തുപ്പുന്ന കാഴ്ചയാണ് കണ്ടത്. ദേവി കോപിഷ്ഠയായി തന്നെ ഹനുമാനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോഴും രാമൻ ചിരിച്ചുകൊണ്ടിരുന്നു. ഹനുമാൻ സ്വാമി പറഞ്ഞു, അമ്മേ ദേവി, മഹാലക്ഷ്മി, സീതാദേവി, അങ്ങ് ക്ഷമയുടെ പര്യായമാണല്ലോ. ഞാൻ ഇതിലെല്ലാം ഈ അങ്ങ് തന്ന ഉപഹാരം പൊട്ടിച്ച് കടിച്ച് ചവച്ച് അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്താണ് എന്നുള്ളത് നോക്കുകയായിരുന്നു. ഇതിനുള്ളിലെല്ലാം എൻ്റെ രാമനുണ്ടോ, എൻ്റെ ശ്രീരാമസ്വാമിയുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ ശ്രീരാമസ്വാമി ഇല്ലാത്തതൊന്നും തന്നെ എനിക്കൊരു ഉപഹാരമല്ല എന്നാണ് ഹനുമാൻ അതിലൂടെ പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ സീതാദേവിക്ക് വീണ്ടും രോഷം ഇരട്ടിയായി എന്നാണ് പറയുന്നത്. ശ്രീരാമൻ അപ്പോഴും ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. കാരണം ശ്രീരാമചന്ദ്ര പ്രഭുവിനറിയാമല്ലോ എന്താണ് ഹനുമാൻ ഉദ്ദേശിക്കുന്നത്. സീതാദേവി അപ്പോൾ ചോദിച്ചു, നിനക്ക് അത്രത്തോളം നിൻ്റെ ഉള്ളിൽ ശ്രീരാമനുണ്ടോ? നീ കാണുന്നതിൽ എല്ലായിടത്തും ശ്രീരാമനുണ്ടെങ്കിൽ, നിൻ്റെ ഉള്ളിൽ ശ്രീരാമനുണ്ടെങ്കിൽ പറയൂ, ഞാനൊന്ന് കാണട്ടെ, എന്നെ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു. ആ സമയത്താണ് ദേവി, അങ്ങേക്ക് കാണാം, നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ തൻ്റെ മാറു പിളർന്ന് കാണിച്ചു കൊടുത്തു. അവിടെ ശ്രീരാമചന്ദ്രൻ മാത്രമായിരുന്നില്ല, ശ്രീരാമചന്ദ്രനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ സീതാദേവി കൂടി ഉണ്ടായിരുന്നു. ആ ചിത്രം പലപ്പോഴും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഹനുമത് സ്വാമി അദ്ദേഹത്തിൻ്റെ മാറു പിളർന്ന് കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അന്തര്യാമിയായി രാമനുണ്ട്. രാമൻ അന്തര്യാമിയാണ്. ഹനുമാനെ സംബന്ധിച്ചിടത്തോളം എവിടെ നോക്കുമ്പോഴും ശ്രീരാമചന്ദ്രനുണ്ട്. ഇവിടെ നാരദർ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തനായ ഹനുമാന്റെ അടുത്തേക്ക് വരുമ്പോഴും ഹനുമാൻ രാമനാമ സങ്കീർത്തനത്തിൽ തന്നെയായിരുന്നു. നാരദർ ത്രികാലജ്ഞാനിയായ സംഗീത വിദുഷിയാണ്, സംഗീതത്തിൻ്റെ പ്രതിരൂപമാണ് എന്നുള്ളൊരു അഹങ്കാരം കൂടി നാരദനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നാരദൻ ഹനുമാനോട് പറഞ്ഞത്രേ, അങ്ങയുടെ സംഗീതം ഇത്ര വിശിഷ്ടമാണെന്നുണ്ടെങ്കിൽ പാടൂ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഹനുമാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ശ്രീരാമചന്ദ്രനാണ്, ശ്രീരാമചന്ദ്ര പ്രഭുവിനെക്കുറിച്ച് എനിക്കറിയാവുന്നത് ഞാൻ പാടാം, അങ്ങേക്ക് രസിക്കുമെങ്കിൽ കേട്ടിരിക്കാം. ഹനുമാൻ പാട്ട് കേൾക്കാൻ വേണ്ടി ഹനുമാൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി ശ്രീരാമചന്ദ്രൻ ഭക്തനായ ഹനുമാൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി നാരദർ തൻ്റെ കയ്യിലുള്ള വീണയെല്ലാം അവിടെ വച്ചു. ഒരു പാറയുടെ മുകളിലായിരുന്നു ഇവർ ഇരുന്നിരുന്നത്. നാരദർ തൻ്റെ വീണ അഴിച്ചു പാറപ്പുറത്ത് വെച്ചു. അവിടെ അദ്ദേഹം വളരെ സ്വസ്ഥനായിട്ടിരുന്നു ഹനുമാൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി. ഹനുമാൻ പാടിത്തുടങ്ങി. അതിമനോഹരമായൊരു കീർത്തനം. ഹനുമാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ സൗന്ദര്യം ശ്രീരാമൻ്റെ ഭക്തി തന്നെയായിരുന്നു. പാട്ട് കഴിഞ്ഞപ്പോൾ നാരദർക്കും തോന്നി, തരക്കേടില്ലല്ലോ, ഹനുമാൻ വിചാരിച്ചതുപോലെയല്ല, നന്നായി പാടുന്നു. എന്നാൽ നമോവാകം, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണയെടുത്ത് പോകാനൊരുങ്ങിയപ്പോഴാണ് അവിടെ ഒരു സംഭവം. വീണ പാറയിൽ നിന്നും ഈ നാരദർക്ക് പൊക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. നോക്കിയപ്പോഴുണ്ട് വീണയുടെ അടിഭാഗം പാറ ഉരുകി അതിൽ ലയിച്ചു പോയിരിക്കുന്നു. അതായത് പാറയ്ക്കുള്ളിലായി പോയിരിക്കുന്നു വീണയുടെ അടിഭാഗം. വീണ പൊക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. ഇതെന്ത് മറിമായം എന്ന് കരുതി വീണയ്ക്ക് ചുറ്റും നാരദർ നടന്നു നോക്കിയപ്പോഴാണ് ശില ദ്രവരൂപമായി ആ ശിലയ്ക്കുള്ളിലേക്ക് വീണയുടെ പകുതി ഭാഗം അമർന്നിരിക്കുന്നു. അത് പൊക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അതായത് കോൺക്രീറ്റിനുള്ളിൽ ഉറച്ച ഒരു വസ്തു പോലെ വീണ അവിടെ ഇരിക്കുന്നു. നാരദർക്ക് കാര്യം മനസ്സിലായി. ഹനുമാൻ സ്വാമി ശ്രീരാമചന്ദ്രനെക്കുറിച്ച് ഭക്തിപൂർവ്വം പാടിക്കഴിഞ്ഞപ്പോൾ ആ ഭക്തിയിൽ ശില പോലും അലിഞ്ഞുപോയി. അങ്ങനെയാണ് ആ ശിലയുടെ മുകളിലിരുന്ന വീണ, നാരദരുടെ വീണ ആ ശിലയ്ക്കുള്ളിലായിപ്പോയത്. ശിലയെപ്പോലും അലിയിക്കുന്ന സംഗീതം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. നാരദർക്ക് ഒരു കാര്യം മനസ്സിലായി, താൻ ത്രികാലജ്ഞാനിയാണ്, ലോകത്തിലെ ഈ 3 ലോകങ്ങളിലെയും മികച്ച സംഗീതജ്ഞനാണ് എന്നൊക്കെയുള്ള തൻ്റെ അഹങ്കാരം ഇവിടെ ശമിച്ചിരിക്കുന്നു.
അദ്ദേഹം ഹനുമൻ സ്വാമിയുടെ മാപ്പ് പറയുന്ന തരത്തിൽ ക്ഷമിക്കണം, എനിക്ക് വീണയുമായി പോകാൻ സാധിക്കണം, അങ്ങ് ഒരിക്കൽ കൂടി പാട്ട് പാടണം, വീണ്ടും ശില അലിയുമല്ലോ പാട്ട് കേൾക്കുമ്പോൾ, അപ്പോൾ എനിക്ക് ഈ വീണ പൊക്കിയെടുത്തുകൊണ്ട് പോകാൻ സാധിക്കും എന്നാണ് ഹനുമൻ സ്വാമി പറഞ്ഞത്, ഹനുമൻ സ്വാമിയോട് നാരദർ പറഞ്ഞത്. അതിൻ പ്രകാരം ഹനുമാൻ നാരദൻ്റെ അഭ്യർത്ഥന കേട്ടു. എൻ്റെ പാട്ടിനും സംഗീതത്തിനും അത്ര കണ്ട് ദ്രവീകരണ ശക്തിയുണ്ടോ എന്നെനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഞാൻ വിളിച്ചാൽ, ഞാൻ മനസ്സുകൊണ്ട് വിളിച്ചാൽ, നൊന്ത് വിളിച്ചാൽ എൻ്റെ ശ്രീരാമസ്വാമി കേൾക്കും, അതിനെനിക്ക് സംശയമൊന്നുമില്ല. എനിക്ക് എൻ്റെ രാമചന്ദ്ര പ്രഭുവിൽ വിശ്വാസമുണ്ട്, ആ വിശ്വാസമാണ് എന്നെ നയിക്കുന്നതും താങ്കൾ പറഞ്ഞപ്പോൾ പാട്ടുപാടാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചതും. ഞാൻ അങ്ങേക്ക് വേണ്ടി വീണ്ടും പാടാം, ശില അലിയുമോ എന്നെനിക്കറിയില്ല, ഞാൻ തീർച്ചയായും രാമന് വേണ്ടി, രാമഭക്തി, രാമനല്ലാതെ മറ്റൊന്നും എൻ്റെ ഉള്ളിലില്ല, ആ രാമസങ്കീർത്തനം ഞാൻ വീണ്ടും പാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ പാടിത്തുടങ്ങി. ഹനുമാൻ പാടിത്തുടങ്ങി. പാട്ട് ഏതാണ്ട് പൂർത്തിയാകുന്ന സമയത്ത് നാരദൻ നോക്കുന്നു, പാറയും അതായത് ശിലയും വീണയുമെല്ലാം പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നു. നാരദർ വീണ്ടും ഉടനെ തന്നെ വീണ എടുക്കുന്നു, തൻ്റെ മടിയിലെടുത്തു വയ്ക്കുന്നു. പാട്ട് കഴിഞ്ഞ് ഹനുമൻ സ്വാമിയെ വണങ്ങിക്കൊണ്ട് നാരദർ പറഞ്ഞു, 3 ലോകങ്ങളിലും മികച്ച സംഗീതജ്ഞൻ ഞാനാണ് എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഒരു വേള അതെൻ്റെ അഹങ്കാരം തന്നെയായിരുന്നു. ആ അഹങ്കാരം ശമിച്ചിരിക്കുന്നു. അങ്ങാണ് ഞാൻ കണ്ടതിൽ വെച്ച്, കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ സംഗീതജ്ഞൻ. ഹനുമാൻ പറഞ്ഞു, നാരദരെ, അങ്ങനെയല്ല, ഞാൻ എൻ്റെ ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി പാടുക മാത്രമാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നാമസങ്കീർത്തനം ഞാൻ ഉച്ചരിക്കുകയാണ് ചെയ്തത്. അത് കേൾക്കുമ്പോൾ സകല ചരാചരങ്ങളും അതിൽ ലയിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഒരു യോഗ്യതയോ അല്ലെങ്കിൽ എൻ്റെ മേന്മയോ അല്ല, എൻ്റെ സംഗീതത്തിൻ്റെ മേന്മയോ അല്ല, മറിച്ച് എനിക്ക് ശ്രീരാമചന്ദ്രനിലുള്ള ഭക്തിയാണ്. ശ്രീരാമചന്ദ്രൻ എൻ്റെ ഒപ്പം ഉണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ അന്തര്യാമിയാണ് രാമൻ എന്നുള്ള വിശ്വാസമാണ്. ആ രൂഢാമൂലമായ വിശ്വാസത്താലാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ഹനുമാൻ നാരദരോട് പറയുകയും ഹനുമാനോട് നന്ദി പറഞ്ഞ് നാരദർ പിരിയുകയും ചെയ്തു. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറച്ചു വിളിച്ചാൽ ശിലയെപ്പോലും അലിയിക്കുന്ന സംഗീതത്തിന് തുല്യമാണ് വിശ്വാസം എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പാഠം. ബഹുമാന്യരായ സാദരണീയരായ സജ്ജനങ്ങൾക്ക് ഈ ഉദാഹരണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായം അറിയിക്കണം. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കഴിയുന്നത്ര നമ്മുടെ ബന്ധുമിത്രാദികൾക്കെല്ലാം ഇത് അയച്ചു കൊടുക്കണം. പുതിയ എപ്പിസോഡ് വരുന്നത് വരെ കാത്തിരിക്കണം. പ്രോത്സാഹനം ഉണ്ടായിരിക്കണം, സഹകരണം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.